തുടങ്ങാനല്ലേ. നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. സഹകരണ എക്സൈസ് വകുപ്പുകളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ പത്രസമ്മേളനം നടത്തുന്നത്. നിലവിൽ സഹകരണ മേഖലയിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പ്രഖ്യാപിച്ച സുപ്രധാനമായൊരു തീരുമാനമായിരുന്നു ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി. ഇതുവരെ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 100 കോടിയിൽ പരം രൂപയുടെ സെറ്റിൽമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഈ പദ്ധതി കൂടുതൽ സുഗമമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോഴും ജനങ്ങളെ സംബന്ധിച്ച് ഇത്തരം വായ്പ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ പലപ്പോഴും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാകാത്തതുകൊണ്ട് നിരവധി നിവേദനങ്ങൾ ജനപ്രതിനിധികളെയും സഹകരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എനിക്കും നേരിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് കൂടുതൽ ഫലപ്രദമായി ആനുകൂല്യങ്ങൾ വായ്പക്കാർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ജനപ്രതിനിധികളെ, എംപിമാരെയും MLA-മാരെയും കൂടി ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാക്കാൻ ആവശ്യമായ തീരുമാനം സഹകരണ വകുപ്പ് സ്വീകരിച്ചത്. അപ്പം അതുകൊണ്ട് ഈ ആശ്വാസിൻ്റെ വ്യവസ്ഥകൾ ലഘൂകരിച്ചുകൊണ്ട് വിവിധ തല കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയുണ്ടായി. അതിൽ സംഘതല കമ്മിറ്റികൾക്ക് 25% വരെ പലിശ ഇളവ് നൽകാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. സംഘത്തിന് മുകളിൽ AR തലത്തിൽ സമിതി രൂപീകരിച്ച് ആ സമിതിയിൽ MLA-മാരെ കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ MLA-മാർക്ക് അദാലത്തുകളിൽ നേരിട്ട് പങ്കെടുത്ത് 35% വരെ, ഇപ്പം പ്രാഥമിക സംഘം അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ 35% വരെ ഇളവ് നൽകാനുള്ള അധികാരം AR തല കമ്മിറ്റിക്ക് നൽകിയുണ്ടായി. അതിന് മുകളിൽ ജോയിന്റ് രജിസ്ട്രാർ തലത്തിൽ 50% വരെ പലിശ ഇളവ് നൽകാനുള്ള അധികാരം ജോയിന്റ് രജിസ്ട്രാർ തല കമ്മിറ്റികൾക്ക് നൽകി. അതിലും MP-മാരെയും MLA-മാരെയും ഉൾപ്പെടുത്തി. സ്വാഭാവികമായി അവരുടെ മുമ്പിൽ വരുന്നിരിക്കുന്ന ജനകീയ വിഷയങ്ങളെ അല്ലെങ്കിൽ വായ്പയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നേരിട്ട് സംഘങ്ങളുമായി സംസാരിച്ച്, ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പരിഹരിക്കാനുള്ളൊരു അവസരമാണ് അത്തരത്തിൽ നൽകിയത്. ഇപ്പം മുൻകാലങ്ങളിൽ അത്തരം ഒരു വ്യവസ്ഥ, അത്തരം ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ MP-മാരും MLA-മാരും കൂടി ആയതോടെ ജില്ലാ തലത്തിലും AR തലത്തിൽ നടക്കുന്ന അദാലത്തുകൾ കൂടുതൽ ഇഫക്റ്റീവായി തുടങ്ങി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AR തലത്തിന് മുകളിൽ സംസ്ഥാനതല സമിതിക്ക് പരമാവധി ഇളവും നൽകുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ AR തല സമിതികളുടെ പൂർത്തീകരണത്തിനോടൊപ്പം സംസ്ഥാനതല സമിതി കൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എല്ലാ AR തല യോഗങ്ങളും പൂർത്തീകരിച്ച്, അദാലത്തുകൾ പൂർത്തീകരിച്ച്, ജില്ലകളിലെ ഇപ്പം നിലവിൽ നടക്കുന്നുണ്ട് എങ്കിലും അതും പൂർണ്ണമായും കൃത്യമാക്കി അവിടെ ഒന്നും ശുപാർശ ചെയ്യുന്ന മുഴുവൻ അപേക്ഷകളും സംസ്ഥാന തലത്തിൽ പരിഹരിച്ച് പരമാവധി ആളുകൾക്ക് ആനുകൂല്യം നൽകണം, അവരെ പരമാവധി സഹായിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. നിലവിൽ ഈ ആശ്വാസിൻ്റെ കാലപരിധി 31 വരെ ആണെങ്കിലും 1 മാസം കൂടി നീട്ടണം എന്നുള്ളൊരു അഭിപ്രായം സഹകരണ വകുപ്പിന് മുമ്പിലുണ്ട്. അതിൽ വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘങ്ങളും അത്തരം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ സമയം നൽകി കഴിഞ്ഞാൽ അവരുടെ കുടിശ്ശിക ജനങ്ങളുമായി സംസാരിച്ച് പരിഹരിക്കാൻ അവസരമുണ്ടാകുമെന്നും അതിനാൽ സമയം നീട്ടി നൽകണമെന്നൊരു അഭിപ്രായം അവർക്കുണ്ട്. ഉപഭോക്താക്കളെ സംബന്ധിച്ച്, വായ്പക്കാരെ സംബന്ധിച്ചും ഈ ഓണവും വെള്ളപ്പൊക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ കാരണം ഇതിൽ ഫലപ്രദമായി വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാനുള്ള സമയം ലഭിച്ചില്ല. അതുകൊണ്ട് കൂടുതൽ സമയം വേണമെന്നൊരു ആവശ്യം സർക്കാരിന് മുമ്പിലുണ്ട്. സർക്കാർ അത് ഗൗരവതരമായി പരിഗണിക്കുന്നുണ്ട്. അന്തിമ തീരുമാനം സ്വീകരിച്ചിട്ടില്ല. സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി അംഗസമാശ്വാസ് നിധി ഏകദേശം 1753 അപേക്ഷകൾ പെൻഡിങ് ഉണ്ടായിരുന്നു നിലവിൽ ഈ ഗവൺമെൻറ് വരുന്ന സമയത്ത്. അതിലെ
ഡിഫക്റ്റ് ഇല്ലാത്ത 1695 അപേക്ഷകൾ പരിഗണിച്ച് ഉന്നതതല സമിതി 3,80,00,000 രൂപയുടെ സഹായം വിതരണം സഹായം അംഗീകരിച്ചു, ധനസഹായം അംഗീകരിച്ച് ഉത്തരവായി. അതിൻ്റെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന പദ്ധതിയാണ് റിസ്ക് ഫണ്ട് പദ്ധതി. വായ്പക്കാർ മരണമടഞ്ഞു പോയാൽ 3 ലക്ഷം രൂപ വരെ ആനുകൂല്യം ലഭിക്കുന്ന ഈ റിസ്ക് ഫണ്ട് പദ്ധതിയിൽ അത് പരിഷ്കരിക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. നിലവിലുള്ള സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്തുള്ളവർ വായ്പാ കാലാവധിക്കുള്ളിൽ മരണപ്പെട്ടാൽ 3 ലക്ഷം രൂപ വരെയുള്ള വായ്പാ ബാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി രൂപപ്പെടുത്തിയത്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതിയിൽ മാരക രോഗം ബാധിച്ചവർക്കടക്കം 6 മാസം കുടിശ്ശിക ഉണ്ടായാൽ ആനുകൂല്യം നൽകാൻ കഴിയാത്ത വ്യവസ്ഥയുണ്ടായിരുന്നു. അത് ഒഴിവാക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് 12 മാസമാക്കി ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 1 വർഷം വരെ കുടിശ്ശിക ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കണം. അതാണ് ഈ ഒരു തീരുമാനത്തിൻ്റെ പിന്നിലുള്ള കാരണം. കൂടാതെ ഈ പദ്ധതിയിൽ ഇതുവരെ ചേർന്നിട്ടില്ലാത്ത വായ്പാ അംഗങ്ങൾ, ആ വായ്പ ഈ ഭേദഗതി നിലവിൽ വരുന്നത് മുതൽ നിലവിൽ റിസ്ക് ഫണ്ടിന്റെ പരിധിയിൽ വരാത്ത മുഴുവൻ വായ്പക്കാരെയും ആ പരിധിയിൽ വരുത്താൻ ആവശ്യമായ സമയം കൊടുക്കാനും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വായ്പക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു ഭേദഗതി ആയിരിക്കും. കാരണം പലപ്പോഴും വായ്പ എടുത്തവർ മരണമടഞ്ഞിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ കടക്കണിയിലാവുന്ന സാഹചര്യത്തിൽ ഈ കുടിശ്ശിക നിലവിലിരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ ആനുകൂല്യം ലഭിക്കാൻ ഒരു തടസ്സമായി മാറുന്നത്. അപ്പോൾ ആ പദ്ധതിയിലേക്കുള്ള ധനസമാഹരണം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ അതിൽ പങ്കാളികളാവുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ശേഷി വർദ്ധിക്കും. ഫണ്ടിൻ്റെ ശേഷി വർദ്ധിക്കുകയും അതിൻ്റെ ആനുകൂല്യം പരമാവധി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ ഒരു ഭേദഗതി തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ തീരുമാനം സഹകരണ മേഖലയുടെ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന പദ്ധതിയാണ് വിശ്വാസ്. ഞാൻ സഹകരണ വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ നടത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ, ഇപ്പോഴും അത് പ്രോസസ്സിലാണ്. നിലവിൽ ഡിപ്പോസിറ്റ് ക്രൈസിസിലുള്ള സംഘങ്ങൾ എത്ര എന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ആദ്യം എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനം. ഇപ്പം 400-ൽ പരം സംഘങ്ങൾ, അത്തരത്തിൽ ഡിപ്പോസിറ്റ് ക്രൈസിസ് ഉള്ള 400-ൽ പരം സംഘങ്ങൾ ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ അതിൻ്റെ കണക്കുണ്ട്. വീണ്ടും അതിൻ്റെ സ്ക്രൂട്ടണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം സംഘങ്ങളിൽ ആ സംഘങ്ങളിൽ വെച്ച് വായ്പാ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ക്രൈസിസ് നേരിടുന്ന ആളുകളെ, നിക്ഷേപകരെ സഹായിക്കാൻ ആവശ്യമായ ഒരു പാക്കേജ് ഗവൺമെൻറ് രൂപപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമഗ്രമായ ഒരു പാക്കേജിലൂടെ എല്ലാ ഡിപ്പോസിറ്റേഴ്സിനും അവരുടെ തുക ലഭിക്കാൻ, അപ്പം അത് നമുക്ക് ഒറ്റയടിക്ക് മുഴുവൻ തുക കൊടുക്കുക എന്നുള്ളതല്ല, അതിൻ്റെ പാക്കേജായി കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഓരോ സംഘങ്ങളിലും ഇപ്പോൾ ക്രമക്കേടുകൾ മൂലം ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന, അത് അഴിമതി, പണാപഹരണം, ഭരണവീഴ്ച, വായ്പ തട്ടിപ്പ്, ഫണ്ട് വകമീറ്റൽ, മറ്റ് ക്രമക്കേടുകൾ തുടങ്ങിയിരിക്കുന്ന കാരണങ്ങളാൽ ഫണ്ട് റോഷൻ സംഭവിച്ചിരിക്കുന്ന സംഘങ്ങളിൽ അതിന് ഉത്തരവാദികൾക്കെതിരെ സർചാർജ് നടപടികൾ ദ്രുതപ്പെടുത്തി, അതിനുള്ള ഇപ്പോൾ നിലവിൽ അത്തരം ഏർപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനിയും വളരെ പെട്ടെന്ന് തന്നെ അവർക്കെതിരെയുള്ള നടപടികൾ വേഗത്തിലാക്കി സർചാർജ് തുക ഈടാക്കുക, അല്ലെങ്കിൽ ആ ഡിപ്പോസിറ്റിൽ സർചാർജ് പോർഷൻ അത്രയും ഭാഗം സർചാർജിലൂടെ ഏർപ്പെടുത്തും. ഉദാഹരണത്തിന് ഒരു സംഘത്തിന് 100 കോടി രൂപയുടെ വായ്പാ ഡിപ്പോസിറ്റ് ക്രൈസിസ് ഉണ്ടെന്ന് കരുതുക. അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ചുമതപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന സർചാർജ് 35 കോടിയാണെങ്കിൽ ആ 35 കോടി രൂപ സർചാർജിലൂടെ തന്നെ കണ്ടെത്തണം. ബാക്കി വരുന്ന തുകയിൽ സംഘത്തിന്റെ വായ്പാ കുടിശ്ശിക, അവർ പുറത്തു കൊടുത്തിരിക്കുന്ന വായ്പ പിരിഞ്ഞു കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ആ വായ്പ നിർബന്ധിതമായി തന്നെ പിരിച്ചെടുത്ത് ആ പോർഷൻ അത്രയും ലോണുകൾ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് തിരികെ കൊടുക്കുന്ന ആ വായ്പാ കുടിശ്ശിക ലഭിക്കുന്നതിൻ്റെ മുറയ്ക്കാണ്. ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടീസ് ആക്ട് പ്രകാരം ഇത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യുന്ന സംഘങ്ങൾക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അത് പരിഷ്കരിച്ച് ഉള്ള നടപടികളും ശുപാർശകളും അന്തിമഘട്ടത്തിലാണ്. ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടീസ് തുക മുഖാന്തരം ഉള്ള ഫണ്ട് മുഖാന്തരം കൊടുക്കാവുന്ന തുക അത്തരത്തിൽ വിതരണം ചെയ്യും. ബാക്കി വരുന്ന തുക സർക്കാർ വിവിധ ഏജൻസികളുമായി ഇപ്പം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ
ധനസമാഹരണം നടത്തി സമയബന്ധിതമായി കൊടുക്കു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിലവിൽ നിക്ഷേപ പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ നിക്ഷേപകരെ സംരക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ പ്രതിസന്ധി നേരിടുന്ന ഓരോ സംഘത്തിനും കൃത്യമായ പാക്കേജ് ആയിരിക്കും. അതിൽ ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇത് ഇത്രയും പരിശോധിച്ചത് വെച്ച് പലപ്പോഴും ഇത് പരിശോധിക്കാൻ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ അവരുടെ കടമ പലയിടത്തും നിർവഹിച്ചിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ടുകൾ പലതും ക്ലീൻ ചിറ്റാണ്. സംഘങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കും. അവസാനം പ്രതിസന്ധിയിലായി കഴിയുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ വെച്ച് ഒരാൾക്കുമെതിരെ, ഇതിനെ പരിശോധിക്കാൻ ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുമെതിരെ നാളിതുവരെ സിവിലായോ ക്രിമിനലായോ ഒരു നടപടി, ഒരു ഓഡിറ്റർക്കോ ഒരു ഇൻസ്പെക്ടർക്കോ എതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഇതിൻ്റെ പട്ടിക പൂർത്തീകരിച്ച് ഐഡൻറ്റിഫിക്കേഷൻ പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൽ ഓഡിറ്റ് നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിൽ അവരുടെ കടമ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധന നടത്താനും, അവിടെ ക്രിമിനൽ ഇൻറ്റൻഷൻ മനഃപൂർവ്വമായിട്ടാണ് വീഴ്ച വരുത്തിയിട്ടുള്ളതെങ്കിൽ ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ നാളിതുവരെ നടത്തിയിട്ടില്ലാത്തവണ്ണം ക്രിമിനൽ നടപടികൾക്കുൾപ്പെടെ അവർക്കെതിരെ സ്വീകരിക്കാനുമുള്ള തീരുമാനം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇനി നമുക്ക് സഹകരണ മേഖലയുടെ വിശ്വാസം ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഓഡിറ്റ് നടത്താൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ ചുമതല നിർവഹിക്കണം. അതിനെയും രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞാലും ആര് പറഞ്ഞാലും കളവിന് കൂട്ടു നിൽക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഭാവിയിലും ആ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം. അപ്പോൾ വിശ്വാസ് എന്ന രീതിയിൽ സംസ്ഥാനത്തൊരു സമഗ്ര പാക്കേജിലൂടെ നിക്ഷേപകരുടെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കും. നിലവിൽ കേരള സഹകരണ പുനരുദ്ധാരണ പദ്ധതി പ്രകാരം പ്രതിസന്ധിയിലാവുന്ന സംഘങ്ങളെ സഹായിക്കുന്ന ഒരു പദ്ധതി സർക്കാരിനുണ്ട്. പക്ഷെ അത് വേണ്ടത്ര, അത് പലതരത്തിൽ മാനദണ്ഡങ്ങളില്ലാതെ പക്ഷപാതപരമായി അത്തരം ഫണ്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നൊരു ആക്ഷേപം നിലവിലുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ പുനരുദ്ധരിക്കാൻ സാധ്യതയുള്ള സംഘങ്ങളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് തന്നെയാണ് അത് ലഭ്യമാക്കേണ്ടത്, അല്ലെങ്കിൽ അത് കൃത്യമായി അർഹതപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യം ഇക്കാര്യത്തിലുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ നിക്ഷേപ ഗ്യാരണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു, പാക്കേജിൻ്റെ കാര്യം പറഞ്ഞു. അത്തരത്തിൽ സർക്കാർ സഹായം അല്ലെങ്കിൽ അത്തരം പാക്കേജ് വരുമ്പോൾ ഏതെങ്കിലും ഭരണസമിതിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് നടപ്പിലാക്കാൻ, ഈ പാക്കേജ് നടപ്പിലാക്കാൻ അവരെ ഏൽപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിന് സർക്കാർ സംവിധാനം ഉണ്ടാക്കും. ഓരോ സംഘത്തിൻ്റെയും ഇത്തരം സാമ്പത്തിക വിതരണത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ, ഉദ്യോഗസ്ഥന്മാരിൽ നിക്ഷിപ്തമാക്കി മാനദണ്ഡങ്ങൾ അനുസരിച്ച്, മുൻഗണനാക്രമം അനുസരിച്ചായിരിക്കും അത്തരത്തിൽ ഡിപ്പോസിറ്റ് വിതരണം നടത്താനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിൽ ആ ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ ബന്ധുക്കളായിരിക്കുന്നവരുടെ പൈസയൊക്കെ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളവരുടെയൊക്കെ പണം കൊടുത്തു വിടുക, പാവപ്പെട്ട നിക്ഷേപകൻ വീട്ടിലിരിക്കട്ടെ എന്ന രീതിയിൽ അത്തരം ആക്ഷേപങ്ങൾ നിലവിലുണ്ട്. പലയിടത്തും പാക്കേജ് കൊടുത്തെടുത്ത് ഈ മുൻഗണനാക്രമം തെറ്റിച്ച് പണം കൊടുത്തതായും, രാഷ്ട്രീയമായി അല്ലെങ്കിൽ താല്പര്യമുള്ളവരുടെ പണം കൊടുത്ത് ബാക്കിയുള്ളവർക്ക് ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല എന്നുള്ള ആക്ഷേപം നിലവിലുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായൊരു മോണിറ്ററിംഗ് ആ കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. പുനരുദ്ധാരണ ഫണ്ടിൻ്റെ കാര്യത്തിലും കൃത്യമായ നടപടികളുണ്ടാകും. സഹകരണ വകുപ്പിൻ്റെ നിലവിലുള്ള ഒരു ഭരണ പരിഷ്കാരം, അതായത് സംഘങ്ങൾക്ക് ലഭിക്കുന്ന, സംഘങ്ങളെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന തരത്തിൽ പ്രചരണങ്ങൾ, സംഘങ്ങൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ, ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്നിവ സംബന്ധിച്ച് കൂടുതൽ ജനങ്ങളിൽ അത് എത്തിക്കാൻ ആവശ്യമായ പ്രചരണം ശക്തിപ്പെടുത്തും. ഓഡിറ്റ് ഫീസ്, സഹകരണ മേഖലയിലെ ടീം ഓഡിറ്റ് സംവിധാനം നടപ്പിലാക്കിയതിനു ശേഷം സംഘങ്ങളുടെ മേൽ വലിയ ഓഡിറ്റ് ഫീസ് ഏർപ്പെടുത്തുന്നതായിട്ട് ഉള്ള ആക്ഷേപം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അത് മുൻകാലങ്ങളിൽ ടീം ഓഡിറ്റ് സംവിധാനത്തിന് വരുന്നതിന് മുമ്പ് തന്നെ എത്രയാണോ ഈടാക്കിയിരുന്നത് അതേ സ്ലാബിൽ തന്നെ ഈടാക്കാൻ, അല്ലെങ്കിൽ വർധനമില്ലാതെ അതേ സ്ലാബിൽ തന്നെ ഈടാക്കാനാണ് തത്വത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതിൻ്റെ സർക്കുലർ പുറത്തിറങ്ങും. സംഘങ്ങളെ ഒരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാൻ സർക്കാരിന് താല്പര്യമില്ല. പരമാവധി സംഘങ്ങൾക്ക് പ്രയോജനം എത്തിക്കാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ ടീം ഓഡിറ്റിൽ തന്നെ സർക്കാരിന് ആവശ്യമാകുന്ന ചെലവ് ലഭിക്കുക എന്നതിനപ്പുറത്ത് അതിനെ ഒരു ധനാഗമന മാർഗമാക്കുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള നിരവധി പദ്ധതി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചു. സഹകരണ മേഖലയിൽ സന്തോഷം എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നയം. സഹകരണ സംഘത്തിലെ ജീവനക്കാർക്ക് 16,800 രൂപയും ലാഭത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന 7,000 രൂപയും ബോണസ് ഇനത്തിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്.
സഹകരണ വകുപ്പിന്റെ കീഴിൽ വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന വായ്പാ കളക്ഷൻ ഏജന്റുമാർ, സെക്യൂരിറ്റി ജീവനക്കാരുള്ളവർക്ക് ബോണസിന് അർഹതയില്ലാത്ത എല്ലാ താൽക്കാലിക ജീവനക്കാർക്കും അലവൻസ് 250 രൂപ വർദ്ധിപ്പിച്ച് 5500 രൂപ നൽകാനാക്കി എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ സഹകരണ വകുപ്പിന് കീഴിലുള്ള ബോർഡുകളുടെ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ച് പുതിയ ഭരണസമിതി ചാർജ് എടുത്തിട്ടില്ലാത്തതിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പെൻഷൻ ഫണ്ട് ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് അതായത് ബോർഡ് സെക്രട്ടറിമാരെ വിതരണത്തിനുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ബോർഡ് നിലവിൽ വന്നില്ലെങ്കിൽ തന്നെ വിതരണത്തിന് അത് തടസ്സമാകാതിരിക്കാൻ വേണ്ടി സെക്രട്ടറിമാർക്ക് അധികാരം കൊടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെൻഷൻ വിതരണം അത്തരത്തിലും തടസ്സപ്പെടുകയില്ല. ബോർഡ് ജീവനക്കാരുടെ വേതനം, അങ്ങനെ നിരവധി കാര്യങ്ങൾ. എല്ലാ സഹകരണ പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കുമുള്ള ഉത്സവ ഭത്ത 400 രൂപയും 200 രൂപയും വർദ്ധിപ്പിച്ചു. അത് 4500 രൂപയും 4400 രൂപയും ആക്കി. ഈ സർക്കാർ അധികാരത്തിന് ശേഷം സഹകരണ വകുപ്പ് ജീവനക്കാർക്ക് ഒരു വർഷമായി മുടങ്ങിക്കിടന്ന 235 ഉദ്യോഗ കയറ്റങ്ങൾ കൊടുത്തു. പ്രൊമോഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. ആ ഫയലുകൾ മുഴുവൻ പരിഹരിച്ചു. അതുവഴി 51 PSC നിയമനങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കെട്ടിക്കിടന്ന ഫയലുകൾ പരമാവധി തീർപ്പാക്കുക എന്നൊരു സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം സഹകരണ സംഘം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്ത സഹകരണ സംഘം ജീവനക്കാർക്ക് ഇൻസെൻറ്റീവ് ഇനത്തിൽ 2025 നവംബർ മാസം മുതൽ കുടിശ്ശികയാണ്. അപ്പോൾ ആ കുടിശ്ശികയായിരിക്കുന്നതിൽ അവർ അതിൽ പിന്നെ സംഘത്തിൽ നിന്നും അഡ്വാൻസ് തുക നൽകാനായിട്ട് തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവും വഴി അത് നടപ്പിലാക്കും. എന്ന് പറഞ്ഞാൽ മുഴുവൻ തുക കൊടുക്കാൻ ഒറ്റയടിക്ക് പറ്റിയില്ലെങ്കിലും അത്തരത്തിൽ കുടിശ്ശികയായിരിക്കുന്ന പണം അവർക്ക് വിതരണം ചെയ്തവർക്ക് ഇൻസെൻറ്റീവ് നൽകാനുള്ള തീരുമാനവും സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എക്സൈസിൻ്റെ ജനകീയ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളം വളരെ ഇഫക്റ്റീവായി മുന്നോട്ട് പോവുകയാണ്. പദ്ധതിയുടെ കീഴിൽ നടപ്പിൽ വരുന്ന ഓപ്പറേഷൻ തണ്ടർ വഴി UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 34,397 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 34,397. അതിൽ 5,932 കേസുകൾ അബ്കാരി നിയമപ്രകാരവും 3,346 കേസുകൾ NDPS നിയമപ്രകാരവും 25,119 കേസുകൾ കോട്ട്പ പ്രകാരവും രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 7,816 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 4,780 പേർ അബ്കാരി കേസുകളിലും 3,036 പേർ NDPS കേസുകളിലുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇത്രയും കേസുകളിലായി 15,269 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, 14,004 ലിറ്റർ അന്യസംസ്ഥാന മദ്യം, 992 ലിറ്റർ സ്പിരിറ്റ്, 795 ലിറ്റർ ചാരായം, 2,166 ലിറ്റർ കള്ള്, 771 ലിറ്റർ ബിയർ തുടങ്ങി ഏറ്റെടുത്തിട്ടുണ്ട്. 534 കിലോ കഞ്ചാവ്, 2,815 കഞ്ചാവ് ചെടികൾ, 18 കിലോ കഞ്ചാവ് മിഠായി, 1,306 ഗ്രാം MDMA, 1,082 ഗ്രാം മെത്താഫെറ്റമിൻ, 420 ഗ്രാം ഹാഷിഷ്, 35 ഗ്രാം ബ്രൗൺ ഷുഗർ, 404 ഗ്രാം ഹെറോയിൻ, 102 ഗ്രാം ചരസ്, 10,075 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും പിടികൂടി. കോട്ട്പ നിയമപ്രകാരം 50,19,105 രൂപ പുകയില സ്കൂളുകളുടെ സമീപത്തും റെയ്ഡ് നടത്തി 50 ലക്ഷത്തിൽ പരം രൂപയുടെ പിഴ അടപ്പിച്ചു. ഇതുവരെ ഓണം സ്പെഷ്യൽ ഡ്രൈവ് വളരെ ഇഫക്റ്റീവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായി ഉന്നതതല യോഗം, മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത ഉന്നതതല യോഗം ഓണത്തെ കേരളത്തിൽ ശുദ്ധമായി അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിളായ ഒരു മദ്യ സംസ്കാരത്തിലൂടെ കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്താണ് മുന്നോട്ട് പോയത്. ഓണാഘോഷക്കാലത്ത് ഈ വ്യാജമദ്യം, കഞ്ചാവ്, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ വ്യാപനവും ഉപയോഗവും വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഓഗസ്റ്റ് 1 മുതൽ 31 വരെ സംസ്ഥാനത്ത് ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് രഹസ്യ വിവരശേഖരണവും പൊതുജന പങ്കാളിത്തവും പോലീസ് വനം വകുപ്പുകളുമായിട്ടുള്ള സംയുക്ത പരിശോധനകൾ, 24 മണിക്കൂർ കൺട്രോൾ റൂമുകൾ, സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ എന്നിവരെ ശക്തമായ പരിശോധന നടത്തിവരികയാണ്. ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിൽ ഇതുവരെ 6,977 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഇതിൽ 1,394 കേസുകൾ അബ്കാരി നിയമപ്രകാരവും 745 കേസുകൾ NDPS നിയമപ്രകാരവും 4,838 കേസുകൾ കോട്ട്പ പ്രകാരവുമാണ്. ഓണം കാലാവധി 1-ാം തീയതി മുതൽ ഇതുവരെ 1,770 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 1,079 പേരെ അബ്കാരി കേസുകളിലും 691 പേരെ NDPS കേസുകളിലുമാണ് അറസ്റ്റ് ചെയ്തത്.
ഇത്രയും കേസുകളിലായി 8336 ലിറ്റർ സ്പിരിറ്റ്, 183 ലിറ്റർ ചാരായം, 3640 ലിറ്റർ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിറ്റർ ലിക്വർ, 8518 ലിറ്റർ വാഷ്, 410 ലിറ്റർ അന്യസംസ്ഥാന മദ്യം, 66 കിലോ കഞ്ചാവ്, 2423 കഞ്ചാവ് ചെടികൾ, 1 കിലോ കഞ്ചാവ് മിഠായി, 137 ഗ്രാം ഹാഷിഷ് ഓയിൽ, 353 ഗ്രാം MDMA, മെത്താഫെറ്റമിൻ തുടങ്ങി നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷത്തിൽ പരം രൂപയുടെ പിഴ പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഓണം സംവിധാനത്തിൽ തന്നെ എടുത്തിരിക്കുകയാണ്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാച്ചിൽ കോഴിക്കോട്ട് അന്തർ സംസ്ഥാന ബന്ധം ഉള്ള പ്രതികളെ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സൈസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തെ ഏറ്റവും വലിയ ഒരു സിന്തറ്റിക് മയക്കുമരുന്ന് വേട്ടയാണ് നടത്തിയത്. സംസ്ഥാന അതിർത്തികൾ വരെ പോയി അവർ ആ ഒരു വിഷയങ്ങൾ എക്സൈസ് പരിമിതികൾക്കുള്ളിൽ നിന്നും ഏറ്റവും ശക്തമായ പ്രവർത്തനമാണ് ആ വിഷയത്തിൽ നടത്തിയത്. കള്ളുഷാപ്പുകളിലെ ഭക്ഷണത്തെയും മദ്യത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തുവാൻ കൃത്യമായി ഉറപ്പുവരുത്താൻ ഓപ്പറേഷൻ ശുദ്ധി എന്ന പേരിൽ ജൂൺ 25 മുതൽ എക്സൈസിന്റെ ഓപ്പറേഷൻ നടന്നു വരികയാണ്. ഓപ്പറേഷൻ ശുദ്ധി വഴി 12923 പരിശോധന ഇതോടെ സംസ്ഥാനത്ത് നടത്തി. പരിശോധനയ്ക്കായിട്ട് 1678 സാമ്പിളുകൾ ശേഖരിച്ചു. 7 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, കോട്ടയം എന്നീ ജില്ലകളിലെ കള്ളുഷാപ്പുകളിലും ചെത്തുതോട്ടങ്ങളിലുമാണ് കേസ് നടന്നിരിക്കുന്നത്. ഇതുവരെ 5 ബാർ ഹോട്ടലുകൾ ഉൾപ്പെടെ 6 വിദേശമദ്യ ലൈസൻസ് സ്ഥാപനങ്ങൾക്കെതിരെ ലൈസൻസ് ചട്ടലംഘനത്തിന് കേസെടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ സമയത്തിന് മുൻപേ തുറന്ന് വിതരണം നടത്തുക തുടങ്ങിയ ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ച് വരുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി എക്സൈസിന് കീഴിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആരംഭിക്കാനുള്ള തീരുമാനം കൂടി സർക്കാർ കൈക്കൊണ്ടു. കേരളത്തിൽ ആദ്യമായിട്ടുള്ളൊരു തീരുമാനമാണ് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. സംസ്ഥാനത്തിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതെ വകുപ്പിലെ നിലവിലുള്ള തസ്തികകൾ പുനർവിന്യസിച്ചും ഉദ്യോഗസ്ഥന്മാർക്ക് അധിക ചുമതല നൽകിയതും സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനാനുമതി നൽകിയിരിക്കുകയാണ്. വലിയ തോതിൽ കേരള എക്സൈസിനെ നവീകരിക്കാനുള്ള പദ്ധതികളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഡൽഹിയിലെ വിവിധ വകുപ്പുകളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സർക്കാരിനെ ഈ എക്സൈസിനെ ആധുനികവൽക്കരിക്കാനുള്ള പദ്ധതികൾ രൂപം കൊടുക്കുന്നതിന് പ്ലാനിംഗ് ബോർഡുമായിട്ട് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ നബാർഡുമായും സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും നബാർഡ് ഏജൻസികളുമായും NCDC പോലുള്ള ഏജൻസികളുമായും നാഷണൽ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ പോലെയുള്ള സംഘടനകളുമായൊക്കെ സംസാരിച്ച് കേന്ദ്ര പദ്ധതികളിലൂടെ സഹായം ലഭ്യമാക്കി വരും സമയബന്ധിതമായി സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയെ വൈവിധ്യമാർന്ന ഒരു മേഖലയിലൂടെ കടന്നുപോയി പുതിയ സംഘങ്ങളെ രജിസ്റ്റർ ചെയ്ത് പുതിയ മേഖലകളിലേക്ക് കടന്നുപോയി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്ല നഷ്ടത്തിലായത്, കഴിഞ്ഞ സർക്കാർ എടുത്ത തീരുമാനം കൊണ്ടാണ് നഷ്ടത്തിലായത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ബെവ്കോയുടെ ഉൽപ്പാദനം അവരുടെ 2021 കോടിയിലേക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്, വിൽപ്പനയും മറ്റു കാര്യങ്ങളും. പക്ഷേ 5 പൈസയായിരുന്ന ഗാലനോയ് ഫീ 10 രൂപയായി ഉയർത്തിയതോടെ 400 കോടിയിൽ പരം രൂപയാണ് ബെവ്കോയ്ക്ക് ഒറ്റയടിക്ക് സർക്കാരിന് നൽകേണ്ടി വന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ മാക്സിമം പണം എല്ലായിടത്തു നിന്നും പിടിച്ചെടുക്കുക എന്ന നയത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ഏർപ്പെടുത്തിയതോടെ അവരുടെ ലാഭവും കഴിഞ്ഞു. അതിനു പുറമെ റിസർവ് ഫണ്ടിൽ നിന്ന് തന്നെ പണമെടുത്താണ് കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നഷ്ടമുണ്ടായത്. പിന്നെ ഇത്തവണയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കുറഞ്ഞ വർധന ഉണ്ടായത്. കാരണം ഇവരുടെ എക്സ്ഗ്രേഷ്യ നേരത്തെ 2015-16 80,000 ആയിരുന്നു, അടുത്ത വർഷം 85,000 പിന്നീടത് 2022 എത്തിക്കഴിഞ്ഞപ്പോൾ 95,000 24 അത് 1,02,000 ഇത്തവണ 2,500 രൂപയുടെ വർധനമാണ് കൊടുത്തത്. കാരണം ഇത്രയും നഷ്ടമെന്ന് പറയുമ്പോൾ കമ്പനിയുടെ പ്രശ്നം കൊണ്ട് ഒരു നഷ്ടം അവർക്ക് ഉണ്ടായിട്ടില്ല. കാരണം അവർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ സെയിൽസ് വർദ്ധിച്ചു, ജീവനക്കാർ കൂടുതൽ കഷ്ടപ്പെട്ടു, അവർ വരുമാന വർധന ഉണ്ടാക്കി. പക്ഷെ ഗവൺമെൻറ് പോകുന്ന പോക്കിൽ ഇങ്ങനെ തീരുമാനമെടുത്ത് ലാഭവും റിസർവ് പണവും വാങ്ങിക്കൊണ്ട് പോയതുകൊണ്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാരെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ള
എല്ലാ യൂണിയനുകളുടെ അഭിപ്രായവും ബെവ്കോയുടെ മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായവും കണക്കിലെടുത്തിട്ടാണ് സർക്കാർ അതിനെ അംഗീകരിച്ചത്. 2500 രൂപയുടെ വർധനവ് അംഗീകരിച്ചത്. തീർച്ചയായിട്ടും ഇതിപ്പം അതൊക്കെ പിന്നീടുള്ള അടുത്ത വരും വർഷങ്ങളിൽ കമ്പനിയുടെ പ്രവർത്തനം വിലയിരുത്തി ചെയ്യേണ്ട കാര്യമാണ്. എന്നാണെങ്കിലും ബെവ്കോയെ പ്രൊഫഷണലൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ബെവ്കോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ ഷുഗേഴ്സ് സ്ഥാപനമുണ്ട്, മലബാറിലെ ഡിസ്റ്റിലറി ഉണ്ട്. ഈ ഡിസ്റ്റിലറികളെയൊക്കെ തന്നെ മാനേജ്മെൻറ്റിനെ പ്രൊഫഷണലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ബെവ്കോ മാനേജ്മെൻറ്റ് കീഴിൽ ബെവ്കോയിലെ തന്നെ ഉദ്യോഗസ്ഥന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ ഇരിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലിരിക്കുന്നവരെ ഇത്തരം ഒരു പ്രൊഫഷണൽ അല്ലാത്ത സമീപനം വഴിയല്ല അത്തരം സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അതിൻ്റെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ടാക്സ് സെക്രട്ടറിയുടെ കൊടുത്ത റിപ്പോർട്ടിൽ കുറച്ചുകൂടി ഭേദഗതികൾ വരുത്തി തിരികെ തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ ഇതിൻ്റെ ഈ ബെവ്കോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്. ട്രാവൻകൂർ ഷുഗേഴ്സിൻ്റെയും മലബാർ ഡിസ്റ്റിലറീസിൻ്റെയും പ്രവർത്തനങ്ങളെ കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളുണ്ട്. എന്തായാലും സമഗ്രമായൊരു മാറ്റം എല്ലാ തലത്തിലും ഉണ്ടാകും. സർക്കാർ അത് അനുമതി നൽകിയിട്ടുണ്ട്. അത് ബെവ്കോ മാനേജ്മെൻറ്റുമായും ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തൊരു ചർച്ചയിൽ ബെവ്കോ മാനേജ്മെൻറ്റ് അയച്ച പ്രപ്പോസലിനെ നമ്മൾ അംഗീകരിച്ചു. ഒരു തൊഴിലാളികൾക്ക് കൂടുതൽ ഉയർന്ന ക്ലെയിമാണ്, പക്ഷേ അത് നമുക്ക് പറ്റാവുന്നല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ അല്ല 2500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ. എംപ്ലോയീസിന് ബോണസ് 1,05,000. നേരത്തെ 1,02,500 ആയിരുന്നു. ഇത്തവണ അത് 1,05,000 പോകാനുള്ളൂ. ബെവ്കോ മാനേജ്മെൻറ്റ് നമ്മളത് ചർച്ചയിൽ എടുത്ത തീരുമാനമാണത്. ചർച്ചയിൽ എടുത്ത തീരുമാനം 1,05,000-ലാണ്. ഉയർന്ന പ്രപ്പോസൽസ്, ഉയർന്ന ആവശ്യങ്ങളുമായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റ് അന്തിമഘട്ടത്തിൽ സ്ഥാപനത്തിന് നഷ്ടമില്ലാതെ ഗുണകരമാകാവുന്ന ഒരു വർധന ഇത്ര മാത്രമേ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു സ്റ്റാൻഡ്. അതിൻ്റെ ഫൈനാൻസിങ് കാര്യം മദ്യനയത്തിൻ്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകും. ഇപ്പം നിലവിൽ നമ്മൾ മദ്യനയത്തിൻ്റെ ചർച്ചയ്ക്ക് വിളിക്കുന്ന സംഘടനകളുടെ ലിസ്റ്റുകൾ പൂർത്തീകരിച്ചു. അപ്പോൾ മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ സാമൂഹ്യ സംഘടനകളുടെ കൂടുതൽ പങ്കാളിത്തം, ലഹരി വർജനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുടെ പങ്കാളിത്തം, അവരിൽ നിന്ന് കൂടുതൽ അഭിപ്രായം വാങ്ങാനും അതോടൊപ്പം വ്യക്തികളുടെ ഈ ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് സംസ്കാരം ഉണ്ടാകാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും ഈ എക്സൈസ് നയത്തിലുണ്ടാവും. അല്ല, ആരംഭിച്ചില്ല. അതിൻ്റെ ഫുൾ ഫയൽ മൂവ്മെൻറ്റ്സും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇനിയിപ്പോൾ ഷെഡ്യൂൾ നൽകി. അതിപ്പോൾ ഓണം കഴിഞ്ഞെങ്കിൽ മാത്രമേ. അല്ല, അത് കൃത്യമായി പറഞ്ഞല്ലോ. അത് മദ്യനയത്തിന് ശേഷമാണ് ആ തീരുമാനം നിലവിൽ വരികയുള്ളൂ. മദ്യനയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ അന്ന് തന്നെ ഗവൺമെൻറ് പുറത്തിറക്കിയ ഫിനാൻസ് ബില്ലിൽ തന്നെ പറഞ്ഞത് എന്നാണോ നോട്ടിഫിക്കേഷൻ വരുന്നത്, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഇതിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് കൃത്യമായി ഗവൺമെൻറ് പറഞ്ഞിരുന്നു. അത് മദ്യനയത്തിന് ശേഷമല്ലേ ഉണ്ടാവുകയുള്ളൂ. അല്ല, പെട്ടെന്ന് തീരുമാനിക്കുള്ളൂ. ഈ ഒരു മാസത്തിൽ തന്നെ, സെപ്റ്റംബർ മാസത്തിൽ തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തി. ഇപ്പോൾ ഈ ഓണ ദിവസങ്ങളായതുകൊണ്ടും ഈ വ്യക്തികളും സംഘടനകൾക്കുമെല്ലാം അവരുടേതായ എൻഗേജ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ സെപ്റ്റംബർ ആദ്യ വാരത്തിൽ തന്നെ മദ്യനയത്തിൻ്റെ ചർച്ചകൾ തുടങ്ങാനും എത്രയും പെട്ടെന്ന് വകുപ്പിൻ്റെ മദ്യനയ ചർച്ചകൾ പൂർത്തീകരിക്കാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇല്ല, അതെല്ലാം ഞങ്ങൾ ഓപ്പൺ ചർച്ചകൾ നടത്താനാണ് തീരുമാനിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് UDF-ന്റെ ഒരു നയം ഉണ്ടല്ലോ. ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഒരു നയം ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ അത് UDF-ഉം പാർട്ടിയും അത് സംബന്ധിച്ച ഗൈഡ് ലൈൻസ് നിർദ്ദേശം എന്തായാലും വകുപ്പിന് കൈമാറും. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് മാത്രമല്ലേ വകുപ്പിന് പെരുമാറാൻ പറ്റും. ഒരു ജനാധിപത്യപരമായ അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു ഗവൺമെൻറ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മുൻ പ്രഖ്യാപനങ്ങളുടെ ഒരു കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു നയമായിരിക്കും ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു, അതെല്ലാം അതെല്ലാം തന്നെ മദ്യനയത്തിന് ശേഷം ഞങ്ങളൊരു പൊതുനയമാണ് അതിൽ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ ആ വിഷയത്തിൽ കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനമെടുക്കും.
ജില്ലാ സഹകരണ ബാങ്ക് ലയിക്കപ്പെട്ടത് ശരിയായിരുന്നില്ല എന്നൊരു അഭിപ്രായമാണ് UDF-നുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പം മലപ്പുറത്തിൻ്റെ കേസ് നിലവിലുണ്ട്. അത് കൃത്യമായ നിലപാട് ആ വിഷയത്തിൽ സർക്കാരിനുണ്ടാവും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് നിയമപരമായി ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. തീർച്ചയായിട്ടും സ്വീകരിക്കും. അതായത് ഈ അമാൽഗമേഷൻ യഥാർത്ഥത്തിൽ ശരിയായിരുന്നില്ല എന്ന അഭിപ്രായമാണ്. കാരണം കേരളത്തിലെ 3 ടയർ സിസ്റ്റം എന്നത് സഹകരണ മേഖലയ്ക്ക് വളരെ പ്രയോജനപ്രദമായ ഒന്നായിരുന്നു. ജില്ലാ സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ അവർക്ക് വളരെ സഹായകരമായിരുന്നു. ആ സെക്കൻഡ് ടയർ എടുത്ത് കളഞ്ഞത് ഒരർത്ഥത്തിൽ സഹകരണ മേഖലയ്ക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കിയത്. അല്ല, അതൊരു പക്ഷേ ഒരു തീരുമാനമെടുത്തൊരു സിസ്റ്റം നിലവിലുണ്ട്. അപ്പോൾ ഒരു ഇത്തരത്തിലൊരു അമാൽഗമേഷന് ശേഷം ഒരു തീരുമാനം ഉണ്ടായി കഴിയുമ്പോൾ ഇനി പഴയതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വളരെ ലാഘവബുദ്ധിയോടെ നാളെ തിരിച്ചു വരിക എന്നുള്ളതല്ല. അവിടെ RBIയുടെ നിലപാടുകളുണ്ട്, RBI ലൈസൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ലൈസൻസുകളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട മൂലധനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം സർക്കാർ ഗൗരവപരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹകരണ മേഖലയെ സംബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒഴിവാക്കുന്നതിനെതിരായിട്ട് സഹകരണ സംഘങ്ങൾക്ക് നിലപാടുകളുണ്ട്. അതൊരു ധനകാര്യ വകുപ്പിൻ്റെ തീരുമാനമായിരുന്നു, ഒരു ഫിനാൻഷ്യൽ ഡിസിഷനായിരുന്നു അത്. കാരണം വിതരണം അവരുടെ ധനകാര്യ വകുപ്പാണല്ലോ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. സഹകരണ മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സംഘത്തിന് വിതരണം നടത്തുമ്പോൾ ഒരു വീട്ടിൽ കൊടുക്കുമ്പോൾ 25 രൂപ സംഘങ്ങൾക്ക് ലഭിക്കും, 5 രൂപ ഒരു വിതരണക്കാരന് ലഭിക്കും. പിന്നെ സഹകരണ കൺസോർഷ്യം വഴി ഏകദേശം 40,000-ഓളം കോടി രൂപ അടുത്ത് സംഘങ്ങൾ സഹകരണ കൺസോർഷ്യം വഴി സഹകരണ പെൻഷനായി കൊടുത്തിട്ടുണ്ട്. സഹകരണ മേഖലയിൽ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ. അതോടൊപ്പം തന്നെ സഹകരണത്തിലെ മേഖലയിൽ നിൽക്കുന്ന സംഘങ്ങൾക്കും ജീവനക്കാർക്കും ഇത് പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇതിൻ്റെ സാമ്പത്തികമായ പല വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ പല സ്ഥലങ്ങളിലും മരണമടഞ്ഞവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും കൃത്യമായി കൊടുക്കുന്നില്ല. അപ്പോൾ എന്തു സംഭവിക്കുന്നു? അല്ലാതെ ആളുകൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നു. അധികം വരുന്ന തുക കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നില്ല എന്നുള്ള ആക്ഷേപം, കൂടാതെ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കുന്നുള്ള ആക്ഷേപമൊക്കെ തന്നെ ധനകാര്യ വകുപ്പിനുണ്ടായിരുന്നു. ധനകാര്യ വകുപ്പ് അതുകൊണ്ട് തന്നെ ധനകാര്യ വകുപ്പ് എടുത്തൊരു ഫിനാൻഷ്യൽ ഡിസിഷനാണ് ഇപ്പം നിലവിലുള്ളത്. സഹകരണ മേഖലയ്ക്ക് ഇതെന്താണ് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് തന്നെ ഞങ്ങളത് പഠിക്കുന്നുണ്ട്. സഹകരണ വകുപ്പ് ആ കാര്യത്തിൽ ഉള്ള ചില ആശങ്കകൾ പറഞ്ഞിട്ടുമുണ്ട്. അല്ലാതെ ഇപ്പോൾ രണ്ട് തരത്തിലുണ്ടല്ലോ. അതായത് ഇതിൻ്റെ ക്രമക്കേടുകൾ, വലിയ തോതിലുള്ള ക്രമക്കേടുകളും അതിൻ്റെ സാമ്പത്തിക ബാധ്യതയും. ഒരു ഗവൺമെൻറ് ആണല്ലോ ഇത് വിതരണം നടത്തുന്നത്. കാരണം സഹകരണ മേഖലയിൽ നിന്ന് കൺസോർഷ്യം വഴി പണം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അതിന് വലിയ തോതിലുള്ള പലിശ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൺസോർഷ്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പണം ജനങ്ങളിൽ വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നവർക്കൊരു വരുമാന മാർഗ്ഗമാണ്, സംഘങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമാണ്. പക്ഷെ അത് സംസ്ഥാനത്തിൻ്റെ പൊതു സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നോക്കാനുള്ള ഉത്തരവാദിത്വം ധനകാര്യ വകുപ്പിനാണല്ലോ. അതുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷെ സഹകരണ വകുപ്പിന് അത് വെച്ച് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവണം. പക്ഷേ ഇപ്പം വന്നത് തീർച്ചയായിട്ടും ധനകാര്യ വകുപ്പിൻ്റെ ഒരു തീരുമാനമാണ്. അറിയാതെ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. ഇനിയിപ്പോൾ ഞാൻ ഈ തത്സമ്മേളനം കഴിയുമ്പോൾ സഹകരണ വകുപ്പ് അറിയാതെ എന്നുള്ളതല്ല. സഹകരണ വകുപ്പിന് ആ കാര്യത്തിൽ ആശങ്കകളുണ്ട്. ആശങ്കകളെന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ശരിയാണെന്ന് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. ഇതിനെ വിതരണം നടത്തിയത് സമ്പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ്. 1450 സഹകരണ സംഘങ്ങൾ മുഖാന്തരമാണ് സംസ്ഥാനത്ത് ഈ വിതരണം നടന്നത്. ഈ 1450 സംഘങ്ങളെ തെരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളുണ്ട്. ഏകപക്ഷീയമായ രാഷ്ട്രീയമായിട്ടാണ് സംഘങ്ങൾക്ക് കൊടുത്തതെന്നുള്ള വലിയ ആക്ഷേപം ഈ ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ ജനങ്ങൾ അവർ തന്നിട്ടുണ്ട്. കൊടുത്തത് വിതരണം വലിയ തോതിൽ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. വലിയ തോതിലും നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്ത് വലിയ തെട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് ധനകാര്യ വകുപ്പിനെ സംബന്ധിച്ച വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനം വന്നത്. പക്ഷേ ഇതൊരു ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് പഴയ കാര്യങ്ങൾ തന്നെയാണ്. സഹകരണ വകുപ്പിന് ഈ പറഞ്ഞതുപോലെ 1450 സംഘങ്ങൾ ഇനിയിപ്പം വഴി വിതരണം ചെയ്യുമ്പോൾ ആ സംഘങ്ങൾക്കൊരു വരുമാന മാർഗമായിരുന്നു. ജനങ്ങൾക്ക് കുറേ പേര് വിതരണം ചെയ്തവർക്ക് കുറേ പണം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച് തുറന്നാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. അത് പരിമിതമായ തോതിലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ നേരത്തെ ഡയറക്റ്റായിട്ട് അക്കൗണ്ടിൽ ചെല്ലുന്ന ഒരു കാര്യം വേണ്ട എന്ന് അങ്ങനെ ഓപ്ഷൻ ഉള്ളവർക്ക് അങ്ങനെ സ്വീകരിക്കാം. എന്നാൽ വളരെ കിടപ്പായി കിടക്കുന്ന, അത് മുഖ്യമന്ത്രി തന്നെ ആ കാര്യം വ്യക്തമാക്കി. എന്ന് പറഞ്ഞാൽ പോയി വാങ്ങാനോ
ATM-ൽ പോയി എടുക്കാനോ ബാങ്കിലൊന്നും പോകാൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിൽ തന്നെ എത്തിക്കാനുള്ള സംവിധാനം തുടരുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ തുടരുന്നത് യഥാർത്ഥത്തിൽ ഗുണമാണ്. കുറേ പറഞ്ഞ പോലെ സംഘങ്ങൾക്ക് കുറേ സാമ്പത്തിക പ്രയോജനം കിട്ടും. കുറേ ആളുകൾക്ക് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾക്ക് ഇത് സംബന്ധിച്ച് ഇതിൻ്റെ പ്രയോജനം കിട്ടും. പക്ഷേ അത് ഫൗൾ പ്രൂഫായിട്ട് വേണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അത് യഥാർത്ഥത്തിൽ അതിനൊരു പരിശോധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1450 സംഘങ്ങളെ സഹകരണ വകുപ്പ് ഐഡൻറ്റിഫൈ ചെയ്തു. എൻ്റെ മുമ്പിൽ അതിൻ്റെ കണക്കുണ്ടായിരുന്നു, ആ ഫയലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ എടുത്തു നോക്കി. ഞാനതിനെ നോക്കി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ സമ്പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ച് എലിജിബിളായ പല UDF അനുകൂല സംഘങ്ങളും ഉണ്ടായിട്ടും അവർക്കൊന്നും കൊടുക്കാതെ കൃത്യമായ ഒരു 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 ചുവപ്പുവൽക്കരണം, ഒരു ഒരു റെഡ് ബറ്റാലിയൻ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ചത്. വിതരണം നടത്താൻ വേണ്ടി പോകുന്നത് പാർട്ടിയുടെ ഏറ്റവും സജീവ പ്രവർത്തകർ. പാർട്ടി ഓഫീസ് വെച്ച് പോലും വിതരണം നടന്നു എന്നുള്ള ആക്ഷേപം നിലവിലുണ്ട്. ഇത് കൊണ്ടു കൊടുത്തിട്ട് പാർട്ടി തരുന്ന രീതിയിൽ ആളുകളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പോൾ സമ്പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ച് അതിലൊട്ടും ട്രാൻസ്പെറൻസി ഇല്ലാതെ മരിച്ചവരുടെ പേരിൽ തന്നെ പെൻഷൻ വാങ്ങുന്ന പണം അധികം വരുന്ന പണം തിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കാൻ ലാഗ് ചെയ്യിക്കുന്ന നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് അത്തരമൊരു തീരുമാനമെടുത്തെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ സഹകരണ വകുപ്പിന് ഇത് ശരിക്കും നടന്നിരുന്നെങ്കിൽ, ഫൗൾ പ്രൂഫായ ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ, കൃത്യമായി സഹകരണ പ്രസ്ഥാനത്തെ വിശ്വാസത്തിലെടുത്ത് കക്ഷി രാഷ്ട്രീയം നോക്കാതെ സംഘങ്ങൾക്ക് അതിനുള്ള വിതരണത്തിനുള്ള അവകാശം കൊടുത്ത് ഏറ്റവും അർഹതയുള്ള ആളുകൾക്ക് പാർട്ടിക്കാരനെ കൊണ്ട് ഏൽപ്പിക്കാതെ കൃത്യമായി ഇത് വിതരണത്തിലൊരു സിസ്റ്റം ആയിരുന്നെങ്കിൽ അത് കേരളത്തിൽ വലിയ അപ്രീസിയേഷൻ ഉണ്ടാക്കിയേനെ. പക്ഷെ അതിന് പകരം ഉണ്ടായതെന്താണ്? സമ്പൂർണ്ണ രാഷ്ട്രീയവൽക്കരണത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും തൊട്ട് തലേ ദിവസവും വീടുകളിൽ ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ചെന്നിട്ട് രാഷ്ട്രീയം പറയുകയും വ്യാജ പ്രചരണം നടത്താനുമൊക്കെയാണ് ഇത് വെച്ച് കഴിഞ്ഞ ഗവൺമെൻറ് ശ്രമിച്ചത്. അതിൻ്റെ തിരിച്ചടി പക്ഷേ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു, അതിനുള്ള തിരിച്ചടി നൽകി. UDF തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. സഹകരണ മന്ത്രി എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഇത് കുറേയെങ്കിലും തുടരുന്നത് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയി എടുക്കാത്ത പറ്റാത്തവർ, ഏറ്റവും അവശരായിരിക്കുന്ന ആളുകൾക്ക് കൊണ്ടു കൊടുക്കുന്നത് സഹകരണ മേഖലയ്ക്കും കൂടി ഗുണമാണെന്ന അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട, കൃത്യമാണ്. അല്ലില്ല, ഗവൺമെൻറ് ഞാൻ എൻ്റെ രണ്ട് വശവും പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഇത് സഹകരണ മേഖലയ്ക്ക് പ്രയോജനപ്രദമായ ഒന്നായിരുന്നു, പക്ഷെ അതിനെ മോശമാക്കി കളഞ്ഞു. സർക്കാർ ഒരു തീരുമാനമെടുത്തത് കൃത്യമായും ധനകാര്യ മാനേജ്മെൻറ്റൂടെ കണക്കിലെടുത്തിട്ടാണ്. കാരണം അല്ലെങ്കിൽ പണം അത്രയും വേസ്റ്റായി പോകുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാവണമെന്ന ചോദ്യത്തിൻ്റെ കൂടെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കിടപ്പ് രോഗികൾ, ഏറ്റവും ദൗർബല്യം അനുഭവിക്കുന്നവർക്ക് കൊണ്ടു കൊടുക്കാൻ സഹകരണ മേഖലയെ കൂടി നിലനിർത്തി കൊണ്ടുപോകുന്നത് സഹകരണ പ്രസ്ഥാനത്തിനും ഗുണമാണ്, ജനങ്ങൾക്കും ഗുണമാണ്. ആശങ്കയല്ല, ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ധനകാര്യ വകുപ്പിൽ ഉൾപ്പെടെ ഞാൻ ആ കാര്യം അത് മുഖ്യമന്ത്രി ആ കാര്യം അഡ്രസ്സ് ചെയ്താണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഈ എടുത്ത തീരുമാനം ഒരിക്കലും നിലവിൽ കിടപ്പ് രോഗികൾക്കോ മറ്റുള്ളവർക്കോ ദോഷകരമാവത്തില്ല, അവർക്ക് ആ കാര്യം തുടരും എന്നാണ് പറഞ്ഞത്. അത് സഹകരണ വകുപ്പിൻ്റെയും കൂടി ആശങ്ക കണക്കിലെടുത്താണ്. തീർച്ചയായും അതിനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. നമ്മൾ സെൻട്രൽ ആക്ടുകളിൽ തന്നെ ഭേദഗതി പലപ്പോഴും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. NDPS ആക്ടുകളിൽ തന്നെ ഈ നിലവിലുള്ള പരിധികൾ കാരണം അവർക്ക് ജാമ്യം കിട്ടിപ്പോകുന്ന സാഹചര്യമുണ്ട്. നിയമത്തിൽ ഭേദഗതികൾ ആവശ്യമാണ്. ഇപ്പോൾ കോട്ട്പേ ആണെങ്കിലും NDPS ഒക്കെ ആണെങ്കിലും സെൻട്രൽ ആക്ടുകളല്ലേ, അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പരിമിതികളുണ്ട്. അത്തരം ആക്ഷേപങ്ങളുണ്ട്. പുനരുദ്ധാരണ നിധി രാഷ്ട്രീയ പരിഗണന വെച്ച് മാത്രം കൊടുത്തു എന്നുള്ള ആക്ഷേപങ്ങളുണ്ട്. ഇത്തരത്തിൽ കൊടുത്ത പണം ചിലവഴിക്കാതെ കൊണ്ടുപോയി കേരള ബാങ്കിലിട്ട്, ഇപ്പം ഞാൻ കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കുന്ന പണം കൊണ്ടുപോയി കൂടിയ പലിശയ്ക്ക് ഇട്ടിട്ട് അതിൻ്റെ പലിശ ഡിഫറൻസ് വാങ്ങുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചു എന്നുള്ള ആക്ഷേപങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പുനരുദ്ധരിക്കാനല്ലേ ശ്രമിക്കേണ്ടത്? രാഷ്ട്രീയ പരിഗണന നോക്കി മാത്രമാണോ നൽകേണ്ടത്? അത് പരിശോധന നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല. പക്ഷേ ഈ കിട്ടിയ പൈസയുടെ 2/3 ഭാഗവും ചിലവഴിക്കാതെ അതൊരു പാക്കേജ് തലത്തിൽ കാണാതെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടിയത് കൊണ്ടുപോയി കേരള ബാങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ആ പലിശ ഡിഫറൻസ് ആണ് അവർക്ക് പ്രയോജനമെന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയുള്ള അതിൽ പുനരുദ്ധാരണ നിധി ഫലപ്രദമായി ഉപയോഗിക്കാതെ കൊടുത്ത പണം യഥാർത്ഥത്തിൽ അത് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല.
അല്ല, അത് മറ്റൊരു പുനരുദ്ധാരണം എന്നതിനകത്ത് ഒരു സംഘത്തിന്റെ റിവൈവൽ കൂടിയാണ്. അത് നിക്ഷേപ വിതരണം മാത്രമല്ല. ഒരു സംഘത്തിന് നമ്മൾ പുനരുദ്ധാരണ നിധി കൊടുക്കുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഫർദറായി ചെയ്യാവുന്ന ബിസിനസ്സുകൾ, സംഘത്തിന്റെ പ്രതിസന്ധികൾ പരിഹരിച്ച് നല്ല ബിസിനസ് ചെയ്ത് അതിൽ നിന്നും ലഭിക്കുന്ന പണം കൂടി നിക്ഷേപകർക്ക് കൊടുക്കുക, എന്ന് സംഘത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ദൗത്യം. അപ്പോൾ ഒരു റിവൈവൽ പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ വേണം പണം കൊടുക്കാൻ. പലപ്പോഴും പക്ഷേ നമ്മൾ കണ്ടത് കക്ഷി രാഷ്ട്രീയം മാത്രം നോക്കി കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതിനി തുടരില്ല. ഉപയോഗിക്കാത്തതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് എൻ്റെ മുമ്പിലുണ്ട്, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് പുനരുദ്ധാരണ നിധി കൊടുക്കുന്നിടത്ത് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിൽ 2-3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, റിവൈവ് ചെയ്യണം, സംഘത്തെ റിവൈവ് ചെയ്യാൻ വേണ്ടി പണം ഉപയോഗിക്കണം. അതോടൊപ്പം നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാൻ വേണ്ടിയുള്ള പാക്കേജും പറയുന്നുണ്ടല്ലോ. കൃത്യമായി ഓരോ സംഘങ്ങളിലും സർക്കാർ മേൽനോട്ടം ഉണ്ടാവും. അതല്ലാതെ ഈ തട്ടിപ്പ് പങ്കാളികളായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഭാഗമായി നിന്നവരും എന്നിട്ട് ഈ പണം കിട്ടുമ്പോൾ തങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്കെല്ലാം പൈസ കൊടുത്തിട്ട് എങ്ങനെയും രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതാനൊന്നും സർക്കാർ അനുവദിക്കില്ല. ഈ കൊടുക്കുന്ന പണം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഓഡിറ്റേഴ്സിന്റെ കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതുവരെ നമ്മൾ പരിശോധിച്ചപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സംഘങ്ങളിൽ പോലും ഒരു ഓഡിറ്റർക്ക് വന്നിട്ട് ഇതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഉത്തരവാദിത്തം അവർക്കൂടെ ഉള്ളതല്ലേ. അവർ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു, അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പരിശോധിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ യഥാർത്ഥ ഡോക്യുമെന്റ് അല്ല അവരുടെ മുമ്പിൽ എത്തുന്നത്, കൃത്രിമങ്ങളുണ്ട്. അപ്പോൾ അതൊരു സോഫ്റ്റ്വെയറിന്റെ ഈ സംഘങ്ങളുടെ അതൊരു പ്രധാനപ്പെട്ട കാര്യം. സംഘങ്ങളുടെ കമ്പ്യൂട്ടറൈസേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിലവിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മോഡേണൈസേഷൻ, പ്രത്യേകിച്ച് ഓരോ സംഘങ്ങളുടെയും വിവരങ്ങൾ സംസ്ഥാന സഹകരണ വകുപ്പിന് ഓഡിറ്റർമാർക്ക് പരിശോധനയ്ക്ക് ലഭ്യമാക്കുക എന്നത് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഞാൻ ഈ വകുപ്പിനെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. പ്രതിസന്ധിയിലാവുന്ന സംഘങ്ങളുടെ കണക്കുകൾ പലപ്പോഴും അതൊരു രാവണൻ കോട്ടയായി സംരക്ഷിക്കപ്പെടുകയാണ്. ഇത് കണക്ക് യഥാർത്ഥത്തിൽ പരിശോധിക്കാൻ ആർക്കും അവസരമില്ല. ചിലരൊക്കെ പരിശോധിച്ചിട്ടും അതിനകത്ത് കൂട്ടുനിന്നവരുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് പഠിക്കാൻ, അതിൽ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുക. നമ്മൾ ഓരോന്നിനെയും നടപടികൾ നോക്കും. അതിൽ കുറ്റകരമായ അനാസ്ഥ ഉണ്ടായവർക്കെതിരെ നടപടി വേണ്ടേ? ഇതുവരെ ഒരു എങ്ങനെ ശിക്ഷാ നടപടി സ്വാഭാവികമായി ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ സർവീസ് റൂൾസും ക്രിമിനൽ നടപടികൾ ആവശ്യമാണെങ്കിൽ ക്രിമിനൽ നടപടികളും സ്വീകരിക്കും. അതിന്റെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഉന്നതതല മീറ്റിംഗ് അത്തരം തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ഓർഡറായിട്ട് വേണ്ടി വന്നാൽ അതും കൊടുക്കുന്നുണ്ട്, തീരുമാനം ഉണ്ടാവും. അല്ല, ഓഡിറ്റ് വീഴ്ചകൾ ഈ പറഞ്ഞ അത്രയും പ്രതിസന്ധിയിലായ സംഘങ്ങളെ സംബന്ധിക്കുന്ന അവരെ ഓരോ സംഘങ്ങളിലും എന്തുകൊണ്ട് പ്രതിസന്ധി ഉണ്ടായെന്നൊരു പഠനം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ. അതിൽ ഓഡിറ്റ് വീഴ്ച ഉണ്ടെങ്കിൽ അവിടെ ഫിക്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ സംഘം പ്രതിസന്ധിയിലായി അത് വോട്ടർമാർ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കാരണം അതല്ലേ അവരുടെ ദൗത്യം. വോട്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഓഡിറ്റർമാർ അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടും മുകൾ തലങ്ങളിൽ നടപടി ഉണ്ടാകാതെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഓഡിറ്റർമാരല്ലോ ഉത്തരവാദി, അതിന്റെ മുകളിലിരിക്കുന്നവരല്ലേ. ജെആർമാർക്കോ അല്ലെങ്കിൽ ആ തരത്തിൽ ഓഡിറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കില്ലേ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിന് പങ്കില്ലേ? ഇതൊരു ഉത്തരവാദിത്തം വേണം. നമ്മൾ ജനങ്ങളുടെ പണം കൊണ്ടുവന്നൊരു സ്ഥാപനത്തിൽ നിക്ഷേപിക്കുമ്പോൾ അത് കൃത്യമായിട്ടാണോ നടക്കുന്നതെന്ന് പരിശോധിക്കാൻ ഡിപ്പാർട്ട്മെന്റ് സിസ്റ്റം വേണം. ആ പിഴവ് കണ്ടുപിടിച്ചാൽ അതിനെതിരെ നടപടിയെടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഒരു സിസ്റ്റം വേണം. അതല്ലാതെ രാഷ്ട്രീയ നേതൃത്വം സംരക്ഷിക്കുമെന്ന് കരുതണ്ട. അങ്ങനെ ഒരു സംരക്ഷണവും കൊടുക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദം, ഞാനത് പറഞ്ഞല്ലോ, ഈ അഴിമതി നടത്തുന്ന കാര്യത്തിൽ ഇവിടെ CPM എന്നോ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ ഇതൊന്നും ഒന്നും നോട്ടമില്ല. അഴിമതി നടക്കാൻ പാടില്ല. ഇത് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. അതുകൊണ്ട് മുഖം നോക്കാൻ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയം. അതും കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കാൽക്കുലേഷൻ നടക്കുകയാണ്. അതൊരു അങ്ങനെ ഇപ്പം അത് പറയുന്ന ഇതല്ല. ചിലയിടത്ത് ചെറിയ ബാധ്യതകളുണ്ട്, ചിലയിടത്ത് കൂടുതലുള്ളതുണ്ട്. അത് കൃത്യമായ എൻ്റെ ഒരു അപ്രോക്സിമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് വന്നതല്ലേ ഉള്ളൂ. നമ്മളതിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്കും പോയി അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായ റിപ്പോർട്ടുകളാക്കാനുള്ള നടപടികളാണ് നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 400-ൽ പരം സംഘങ്ങൾ പറഞ്ഞതാണ്. കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മിസലേനിയസ് സംഘങ്ങൾക്ക് C-ക്ലാസ് മെമ്പർഷിപ്പാണുള്ളത്. അപ്പോൾ അത് കൂടുതൽ നിലവിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം 450-ൽ പരം പുതിയ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്.
അപ്പം നിലവിൽ അവിടെ ഉണ്ടായിരുന്ന ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സംഘങ്ങളെയും ഫിസിക്കലായി പരിശോധിച്ച് അതിൻ്റെ എക്സിസ്റ്റൻസ് ഉൾപ്പെടെ ഉറപ്പുവരുത്തിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. സംസ്ഥാന ഗവൺമെൻറ് 45% ഓഹരി നിക്ഷേപമുള്ള സ്ഥലമാണ്. രജിസ്ട്രാർ ഉൾപ്പെടെ ഡയറക്ടർ ബോർഡിലുള്ള സംവിധാനമാണ് കേരള ബാങ്ക്. അതിൽ ഒരു സുപ്രഭാതത്തിൽ കുറേ അപേക്ഷ അവിടെ നിന്ന് ജില്ലയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കേരള ബാങ്ക് ഭരണസമിതി വെച്ച് അപ്രൂവ് ചെയ്ത് പോകാന്നുള്ളതല്ലല്ലോ അതിൻ്റെ നയം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനിയാണെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എന്നാൽ ആ, ആരോഗ്യമുള്ള നിലനിൽപ്പുള്ള സംഘങ്ങൾക്കായിരിക്കണം അംഗത്വം കൊടുക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് അംഗത്വം കൊടുക്കുന്നതിനോട് സർക്കാരിന് യോജിക്കാൻ സാധിക്കില്ല. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സംസ്ഥാന സഹകരണ രജിസ്ട്രാർ എടുത്ത നടപടികൾ വേറെ ഒന്നുമല്ല. ആരെ സംഘം അപേക്ഷിച്ചാലും നിലവിലുള്ള സർക്കുലർ പ്രകാരം അതിൻ്റെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം എന്ത് ചെയ്യാൻ, അംഗത്വം കൊടുക്കാൻ. അതല്ലാതെ എല്ലാ ജില്ലയിലും അപേക്ഷ കൊടുത്തിട്ട് നേരെ ഭരണസമിതി ഒറ്റയടിക്ക് അപ്രൂവ് ചെയ്യാന്നുള്ളതല്ല. അതിൻ്റെ പ്രോസസ് ഇല്ലേ. രജിസ്ട്രാർ പറഞ്ഞ ആ പ്രോസസ്സിനെ കുറിച്ചാണ്. അല്ല, അങ്ങനെ ഒരു തടസ്സമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം പ്രതിസന്ധിയുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയാന്നുള്ളതല്ലല്ലോ. 400 എവിടെയൊക്കെ ഡെപ്പോസിറ്റ് ക്രൈസിസ് ഉണ്ടോ അതെല്ലാം തന്നെ സർക്കാർ അതെല്ലാം ഐഡന്റിഫൈ ചെയ്യാണ്. എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധയിൽപ്പെടുത്തി അതും ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടുത്തെ വിഷയമെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പ്രത്യേകമായ അന്വേഷണം നടക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും. ഇന്നിപ്പം എക്സൈസും സഹകരണവും അല്ലേ ഞാൻ പറഞ്ഞത്. PM ശ്രീ ഇപ്പൊ പറയേണ്ട കാര്യമില്ല. അത് അല്ല, അതിപ്പോ ഇനി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ അതിന്റെ അധ്യക്ഷൻ. അദ്ദേഹം വിളിച്ചു ചേർക്കുമ്പോൾ നമുക്കിരിക്കാം. അല്ല, അതല്ല, അത് അത്ര ധൃതിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ആർക്കാ ബുദ്ധിമുട്ട്? നമ്മളാരും പ്രത്യേകിച്ച് അത് PM ശ്രീ നടപ്പിലാക്കണമെന്നുള്ള താല്പര്യമുള്ള ഒരു സർക്കാർ അല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ട് പോയതുകൊണ്ട് മാത്രം എത്തിപ്പെട്ടൊരു കമ്മിറ്റ്മെന്റ് അല്ലേ ഈ PM ശ്രീ എന്ന് പറയുന്നത്. അല്ലാതെ PM ശ്രീയെ നഖശികാന്തം എതിർത്ത് തന്നെയാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PM ശ്രീയിൽ എങ്ങനെ PM ശ്രീ ചേരാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം സംബന്ധിച്ചുള്ളത്. അത് മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും സമിതി അംഗങ്ങളെ ഞങ്ങളുടെ എല്ലാം താല്പര്യം എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങനെ ചേരാതെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വിഷമിക്കണ്ട, നീണ്ടോട്ടെ. അല്ല, അങ്ങനെ പറഞ്ഞില്ലല്ലോ. അത് തീരുമാനം ഗവൺമെന്റ് അല്ലേ പറയുന്നത്. സമിതിയുടെ ദൗത്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, സമിതിയുടെ ദൗത്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. സർക്കാർ ഈ LDF സർക്കാർ ഇവരല്ലേ പോയി ഒപ്പിട്ടിട്ട് പോയത്. ഇപ്പൊ ഞങ്ങളിപ്പം ഇത് താമസിക്കേണ്ടെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ടത്? എന്താണ് പ്രശ്നം? എന്നത് എന്താണ്? പിന്നെ ഞാൻ ചോദിക്കട്ടെ, എല്ലാ പരിപാടികളിലും ഞാൻ കായംകുളത്ത് ഇന്നലെ എനിക്കൊരു ഉദ്ഘാടന പരിപാടി 10:30-ക്കാണ് തുടങ്ങുന്നത്. ഓണം ഫെയറിന്റെ പരിപാടി 11:30-ക്കാണ് പോകാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ എനിക്കിവിടെ അടിയന്തരമായി എടുക്കേണ്ട കുറേ തീരുമാനങ്ങൾ, സംസ്ഥാന മന്ത്രി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഫയലുകളിൽ തീരുമാനം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തേണ്ടി വരും. ഇപ്പം തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ നമ്മുടെ 2000-ൽ പരം ഓണച്ചന്തകൾ നിലവിലുണ്ട്. 13 ഇനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. 13 ഇനങ്ങൾ സബ്സിഡി കൊടുത്ത് വളരെ വിലക്കുറവിലാണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം അരിക്ക് 31 രൂപ അവിടെ ആകുമ്പോൾ 31 രൂപ ആകുമ്പോൾ പുറത്തെ മാർക്കറ്റിൽ അത് 51 രൂപയാണ്. നമ്മൾ 33 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് 20 രൂപ വിലക്കുറവാണ്. പക്ഷെ വെളിച്ചെണ്ണയുടെ ന്യായവില നമ്മൾ തീരുമാനിച്ചപ്പോൾ 140 രൂപയാണ് സബ്സിഡി വിലയായിട്ട് തീരുമാനിക്കപ്പെട്ടിരുന്നത്. എന്നാൽ മാർക്കറ്റ് വില അതിലും കുറവാണെന്നൊരു കാര്യം ഉയർന്നു വന്നു. അപ്പം ഞങ്ങളത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? കുറയ്ക്കണം എന്നൊരു തീരുമാനമെടുത്തു. ഈ തീരുമാനം ഫയൽ ഉൾപ്പെടെ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നാൽ പറ്റുമോ? ഞാൻ അടിയന്തരമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ 10 മണിക്ക് വെച്ചിരുന്ന ഉദ്ഘാടനങ്ങൾ ഞാൻ 9 മണിക്കാക്കി. അപ്പോൾ 11:30 മണിക്കാണ് ഈ അവിടുത്തെ ഒരു സപ്ലൈകോയുടെ ഒരു പരിപാടിയുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് 11:30 മണിക്ക് അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്തെ ഈ സുപ്രധാന കേരളത്തിലെ ആകമാനം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. അതുകൊണ്ട് നേരെ തിരുവനന്തപുരത്തിന് പോയി ആ സ്ഥലം ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാനെ ഏൽപ്പിച്ചു. ഇതൊക്കെ ഒരു വിഷയമാണോ? ഉദ്ഘാടനം ചെയ്ത് ഈ ആർക്കാണ് ഇത്ര ഉദ്ഘാടനം ചെയ്ത് കൊതി ഇത്ര? ഞാൻ ജില്ലാതല സപ്ലൈകോയുടെ ഉദ്ഘാടനം ഞാനാണ് നിർവഹിച്ചത്. ഞാൻ കൂടുതൽ ദിവസം തിരുവനന്തപുരത്താണ്.
ഉം. കായംകുളത്ത് MLA പോണ്ടേ? ഞാൻ തിരുവനന്തപുരത്താണ് ബഹുഭൂരിപക്ഷവും എൻ്റെ ഷെഡ്യൂൾ. അതെ അതെ, കായംകുളത്തെ ആളുകൾ ജയിപ്പിച്ചു വിടുമ്പോൾ അവരോട് ഉത്തരവാദിത്വം പുലർത്തണ്ടേ? അപ്പം നമുക്ക് അതെ, അല്ല അത് വാർത്തയാവുന്ന കണ്ടില്ലേ? ഒരു സപ്ലൈകോയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി അവിടുത്തെ ഒരു നിയോജകമണ്ഡലതല പരിപാടിയിൽ ചെന്നില്ല, അവിടെ ചെന്നിട്ട് പെട്ടെന്ന് പോകുന്നു എന്നുള്ളൊരു വാർത്ത. ഞാൻ പറഞ്ഞ ഈ വാർത്താ ദാരിദ്ര്യം ഇപ്പോൾ ഒരു പ്രശ്നമാണ് മാധ്യമങ്ങൾക്ക്. അതെ 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 അതെ, തിരുവനന്തപുരം രണ്ടുകൂടെ പറ്റുമോ? ഞാനന്ന് വെളുപ്പിനെ 6 മണിക്കാണ് അങ്ങോട്ട് പോയത്. 6 മണിക്ക് ഇവിടുന്ന് തിരിച്ച് അവിടെ ചെന്ന് പറ്റാവുന്ന പരിപാടിയിൽ പങ്കെടുത്ത് അടിയന്തരമായി തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് തിരിച്ചെത്തി ഇവിടുത്തെ തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ പരമാവധി എല്ലാ വിഷയങ്ങളും ഫയലുകളാണെങ്കിലും പരമാവധി തീർക്കാനുള്ള ഇതിലാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രി വളരെ വൈകിട്ടാണെങ്കിലും എൻ്റെ ഇടയ്ക്ക് വരുന്ന 100 കണക്കിന് പരാതികളിൽ ഒരാളെപ്പോലും കാണാതെ നമ്മൾ പോകുന്നില്ല. സഹകരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പരാതികളിലെല്ലാം തന്നെ പരമാവധി നേരിട്ട് ഇടപെട്ടിട്ടാണ് പോകുന്നത്. അത് കായംകുളത്തുകാർക്ക് ഓക്കെ ഓക്കെ, സന്തോഷം.